ഹായ്, ഞാൻ ചിത്ര. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഭാനുചിത്ര. ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് വെജ് ചീസി ഡിപ്പാണ്. ഞാനിത് ഷ്രിംപ് പോപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ കൂടെ ആയിട്ടുള്ള ഡിപ്പായിട്ടാണ് ഞാനത് വിചാരിച്ചത്. പക്ഷേ അതിന് മാത്രമല്ല, നമുക്ക് കുട്ടികളുടെ സാൻഡ്വിച്ചിന് സ്പ്രെഡായിട്ട് നമുക്കിത് ഉപയോഗിക്കാം. പൊട്ടറ്റോ ചിപ്സിന് നല്ലൊരു ഡിപ്പുമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ഇതിനൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന്. നമുക്കിതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഡിപ്പിന് ആവശ്യമുള്ള സാധനങ്ങൾ: ബട്ടർ 2 ടേബിൾ സ്പൂൺ, പാല് 450 ml. നമുക്ക് എത്രത്തോളം ഡിപ്പിന് കൺസിസ്റ്റൻസി വേണം അതനുസരിച്ച് വേണം പാലെടുക്കാൻ. ഒരു ക്യാരറ്റ്, 2-3 ഗാർലിക് മിൻസ് ചെയ്തെടുത്തത്, 1 ടീസ്പൂൺ അല്ലെങ്കിൽ 1/2 ടീസ്പൂൺ ക്യൂമിൻ പൗഡർ, ഒരു ഹാഫ് വൈറ്റ് ഓണിയൻ ഞാൻ ചോപ്പ് ചെയ്തെടുത്തതാണ്, 2 ടേബിൾ സ്പൂൺ മൈദ, ഒരു ആലപ്പിനോ പെപ്പർ ചെറുതായിട്ട് അരിഞ്ഞെടുത്തത്. ഇതാണ് ആലപ്പിനോ പെപ്പർ. ഇതിനെ ഡീസീഡ് ചെയ്തിട്ടാണ് അരിഞ്ഞെടുത്തേക്കുന്നത്. പിന്നെ ഇത് ഒരു ചില്ലിയാണിത്. ഇത് നമുക്ക് ഇവിടുത്തെ ഗ്രോസറി സ്റ്റോറിൽ വാങ്ങിക്കാൻ കിട്ടും, ഇതേപോലത്തെ ബോട്ടിൽ. ഇതാണ് ചില്ലി. ഇതിനൊരു 3 എണ്ണം ഞാൻ എടുത്തിട്ടുണ്ട്. ഇതും അതേപോലെ ഡീസീഡ് ചെയ്തെടുത്തതാണ്. പിന്നെ ചീസ് വേണമല്ലോ ഡിപ്പിന്, അതിനുള്ളത് പെപ്പർ ജാക്ക് ചീസാണ്. ഇതിനാണ് നല്ല ഫ്ലേവർ ഞാൻ നോക്കിയിട്ട്, അതുകൊണ്ടാണ് ഞാൻ പെപ്പർ ജാക്ക് ചീസ് എടുത്തത്. പിന്നെ ഒലീവ് ഓയിൽ ബാക്കി കുക്കിങ്ങിന് വേണ്ടിയിട്ട്. ഞാനൊരു ഫ്രൈയിങ് പാൻ വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് അത് ചൂടായി. അപ്പോൾ ഞാൻ അതിനകത്തേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഒലീവ് ഓയിൽ ഒഴിക്കുകയാണ്. എണ്ണ ചൂടായി. അതിനകത്തേക്ക് ഞാൻ ഒണിയൻ ഇടുകയാണ് ആദ്യം. ഒണിയൻ ആയി കഴിഞ്ഞപ്പോൾ ഞാനകത്തേക്ക് ഗാർലിക്കും ക്യാരറ്റും ആലപ്പിനോ പെപ്പേഴ്സും ഇട്ടിട്ട് ഒന്ന് സോട്ട് ചെയ്തു. ഞാൻ എൻ്റെ കൂട്ടത്തിൽ ഒരു നുള്ള് ഉപ്പും കൂടി ഇട്ട് കൊടുത്തു. അപ്പോൾ പെട്ടെന്ന് അതിൻ്റെ മോയ്സ്ചർ കണ്ടൻറ്റൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് ഇട്ട് കൊടുത്തത്. ഇനി നമുക്കൊരു 5 മിനിറ്റ് കൂടി ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. അതേപോലെ ഇതിപ്പോൾ ആയിട്ടുണ്ട്. ഇതെങ്ങനെയാണ് അറിയണമെന്ന് വെച്ചാൽ, ഇത് മണത്ത് നോക്കുമ്പോൾ ഇതിൻ്റെ വെളുത്തുള്ളിയുടെയും മുളകിൻ്റെയും ഒക്കെ പച്ചമണം മാറണം. ആ ഒരു സ്റ്റേജിൽ നമുക്ക് ഇതിനകത്തേക്ക് ക്യാൻഡ് ചില്ലി എടുത്ത് വെച്ചേക്കണം, നമുക്കിടാം. ഒന്ന് നന്നായിട്ട് സോട്ട് ചെയ്യണം. ഇനി നമുക്ക് ഓഫ് ചെയ്യാം. എന്നിട്ട് അതിനകത്തേക്ക് നമ്മുടെ ക്യൂമിൻ പൗഡർ ഇടണം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനൊരു 1/2 ടീസ്പൂൺ ക്യൂമിൻ പൗഡർ എടുത്തിട്ടുള്ളൂ. ക്യൂമിൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് കുറച്ചുകൂടി കൂടുതൽ എടുക്കാം. നമുക്കിനി ഇതിനെ മാറ്റി വയ്ക്കാം. ഇത് ചൂടാറട്ടെ. ഇനി നമുക്ക് ഒരു സോസ് പാൻ എടുക്കാം. സോസ് പാൻ ചൂടായിട്ടുണ്ട്. ഞാൻ അതിനകത്തേക്ക് ബട്ടർ ഇടുവാണ്. ബട്ടർ ഒന്ന് മെൽറ്റ് ആവട്ടെ. ഒരു മീഡിയം ഫ്ലെയിമിൽ നമുക്ക് വയ്ക്കാം. ബട്ടർ നന്നായിട്ട് ഉരുകി കഴിഞ്ഞിട്ട് നമ്മൾ എടുത്തു വച്ചേക്കുന്ന മൈദ നമുക്ക് ആഡ് ചെയ്യണം. ബട്ടർ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, അത് ഉരുകി. അതിനകത്തേക്ക് നമുക്ക് മൈദ ഇടാം. അതിൻ്റെ ഒന്ന് പച്ചമണം മാറണം, അതുവരെ നമുക്കൊന്ന് ഇതാക്കിയെടുക്കാം, റോസ്റ്റ് ചെയ്തെടുക്കാം. സോസിൻ്റെ തിക്ക് കൺസിസ്റ്റൻസിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ മൈദ ചൂടാക്കുന്നത്. കുറച്ച് നമുക്ക് പാലൊഴിച്ച് കൊടുക്കാം.
ഇതിൻ്റെ ലംസൊക്കെ മാറ്റിയിട്ട് നമുക്കൊരു തിക്ക് സോസായിട്ട് കിട്ടും. അതുവരെ നമ്മളിതിനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം. എന്നിട്ട് ബാക്കി പാൽ നമുക്ക് ചേർക്കാം. നമ്മൾ മൈദ ചേർത്ത് നന്നായിട്ട് അതിൻ്റെ പച്ചമണം മാറിയതിന് ശേഷമേ പാൽ ഒഴിക്കാവൂ. ഇപ്പോൾ കളറ് മാറിയത് കണ്ടല്ലോ മൈദയുടെ, അതിൻ്റെ അർത്ഥം ഒരു ചെറിയൊരു മൂത്ത മണവും വന്നു. എന്നിട്ടാണ് ഞാൻ അതിനകത്തേക്ക് പാൽ ആഡ് ചെയ്തത്. ഇനി ഇതിപ്പോൾ നന്നായിട്ട് തിക്കായി. ഇനിയിപ്പോൾ തിളയ്ക്കാൻ തുടങ്ങും. നമ്മൾ സോസൊക്കെ ചെയ്യുമ്പോൾ തിളയ്ക്കുന്ന പോലെ. അപ്പോൾ ഞാൻ കുറച്ചും കൂടി പാലൊഴിച്ച് മിക്സ് ചെയ്യാൻ പോവാണ്. ഒന്നിച്ച് ആഡ് ചെയ്താന്ന് വെച്ചാൽ നമുക്കതിനെ മിക്സ് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. വിസ്ക് എടുക്കുന്നതായിരിക്കും എപ്പോഴും നല്ല സ്പൂണിനേക്കാളും. അതുകൊണ്ടാണ് ഞാൻ വിസ്ക് കൊണ്ട് ഇപ്പോൾ ഇതിനെ ചെയ്യുന്നത്. ഇങ്ങനെ നമുക്ക് ലംസൊക്കെ മാറി കിട്ടി. ഞാൻ ഇതിനെ ബാക്കി പാലും കൂടി ഒഴിച്ച് നമുക്കൊന്ന് ചൂടാക്കാം. നന്നായിട്ട് തിളയ്ക്കട്ടെ. ഒന്ന് തിളയ്ക്കണ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇത് നന്നായിട്ട് ബബിൾ ചെയ്തു. ഇപ്പം നല്ല തിക്ക് കൺസിസ്റ്റൻസി ആയി. നമുക്ക് ഈ സമയത്ത് ഇതിനെ ഓഫ് ചെയ്യാം. ഇതിനകത്തേക്ക് നമ്മൾ സോട്ട് ചെയ്ത് വെച്ച വെജിറ്റബിൾസ് ആഡ് ചെയ്യുവാണ്. ഇനി നമ്മൾ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. നമുക്ക് ആവശ്യത്തിന് ഉപ്പ്, ഞാൻ ഒരു ടീസ്പൂൺ ഉപ്പ് ആദ്യം ഇടുന്നുള്ളൂ. നമുക്ക് ആവശ്യമനുസരിച്ച് കുറവാണെങ്കിൽ ഞാൻ ആഡ് ചെയ്യാം. ഇനി നമുക്ക് ചീസ് ആഡ് ചെയ്യണം. ഞാൻ ഓഫ് ചെയ്തിട്ടാണ് ചീസ് ആഡ് ചെയ്യണേ. ചീസ് പതുക്കെ മെൽറ്റായി വരുള്ളൂ. അപ്പോൾ നല്ല തിക്കാണ്. ഒരു കപ്പോളം ചീസ് നമുക്ക് ഇടണം. ഇഷ്ടം അനുസരിച്ച് ചീസ് കൂടുതൽ വേണ്ടവർക്ക് ആഡ് ചെയ്യാം. ചീസ് കൂടി വരുമ്പോൾ ഉപ്പ് വരും. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ഉപ്പ് ആദ്യം ഇട്ടത്. പിന്നെ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം. ഒരു കപ്പ് ചീസ് ഞാൻ ഇടുന്നുണ്ട്. ഇപ്പോൾ നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് ചൂടോടെ കഴിച്ചാൽ നല്ലതാണ്. കുറച്ചും കൂടി നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ ചീസ് പകുതി മെൽറ്റായി വരുന്നുണ്ട്. കണ്ടോ? ഇതിലും തിക്കാവും. ഇപ്പോൾ ഒരു ചെറിയൊരു ലൂസ് കൺസിസ്റ്റൻസിയാണ്. പക്ഷേ ഇരിക്കും തോറും ഇത് തിക്കാവും. ആവശ്യമുള്ളവർക്ക് കുറച്ചും കൂടി തിക്കാവണമെങ്കിൽ കുറച്ചും കൂടി ചീസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാൻ ഇതിനകത്ത് കുറച്ചൊരു വൈറ്റ് പേപ്പർ പൗഡറും കൂടി ഞാൻ ആഡ് ചെയ്യാം. ഒരു നുള്ളു മതി. ആവശ്യമുണ്ടെങ്കിൽ മതി, ഇഷ്ടമല്ലാത്തവർക്ക് വേണ്ട. ഞാൻ ഒരു ടീസ്പൂണേ ആഡ് ചെയ്തിട്ടുള്ളൂ. അര ടീസ്പൂണേ ആഡ് ചെയ്തിട്ടുള്ളൂ. ഒരു ടീസ്പൂണല്ല, അര ടീസ്പൂൺ. നന്നായിട്ട് മിക്സ് ചെയ്യാം. ബ്ലാക്ക് പെപ്പർ വേണവർക്ക് ബ്ലാക്ക് പെപ്പർ. ഞാൻ ആ കളറ് കറക്റ്റ് വരാൻ വേണ്ടിയിട്ടാണ് വൈറ്റ് പെപ്പർ ആഡ് ചെയ്തത്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ വെജ് ചീസ് ടിപ്പ് റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും എൻ്റെ റെസിപ്പി ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഇനിയും പുതിയ റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.